ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തങ്ങായും വൻപയറും കൊണ്ടുള്ള എരിശ്ശേരിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എരിശ്ശേരിക്കായിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിന് മുമ്പ് ഞാൻ മത്തങ്ങ എരിശ്ശേരിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ മത്തങ്ങയും പയറും കൂടെ ഒരുമിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുന്നതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പയർ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് മത്തങ്ങയിലേക്ക് ചേർത്ത് എരിശ്ശേരി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. മത്തങ്ങ ഉരുളിയിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. പയർ കുക്കറിലും വേവിച്ചു. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് സമയലാഭവും ഗ്യാസിൻ്റെ ലാഭവും എല്ലാം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. തൊലി കളഞ്ഞെടുത്ത മത്തങ്ങ ഞാൻ ഈ രീതിയിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. കഴുകി ക്ലീനാക്കിയെടുത്ത മത്തങ്ങ വേവിക്കാനായിട്ട് ഒരു ചെറിയ ഉരുളിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വെന്ത് കിട്ടാനായിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് കഷ്ണങ്ങൾ വേകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കണം. കുറച്ച് കഴിഞ്ഞ് അടപ്പ് മാറ്റി നോക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തവികൊണ്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കണം. മത്തങ്ങ എല്ലാം ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വൻപയർ കുക്കറിൽ വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പയറും ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ബാക്കി വെള്ളം കൂടി പറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവായതുകൊണ്ടാണ് 5 എണ്ണം ചേർത്തിരിക്കുന്നത്. 2 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അരപ്പിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ തരികളായിട്ട് അരച്ചെടുക്കാവേ. വെള്ളം ചേർത്ത് അരയ്ക്കണമെന്നുമില്ല. ഈ ഒരു രീതിയിൽ വേണം തേങ്ങാപ്പീര അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മത്തങ്ങയിലുള്ള വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനിയും അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജാറ് കഴുകിയ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല കുറുകിയ രീതിയിലിരിക്കുന്ന സദ്യയിലൊക്കെ കിട്ടുന്ന എരിശ്ശേരിയുടെ അതേ രീതിയിലാണ് ഞാനിവിടെ ഈ എരിശ്ശേരിയും തയ്യാറാക്കുന്നത്. തേങ്ങയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നതിന് വേണ്ടി നല്ലവണ്ണം ഒന്ന് ആവി കയറി വരുന്നതിന് വേണ്ടി അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നോക്കാം. ഇപ്പം നല്ലവണ്ണം ചൂടായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കറിയിലെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. എരിശ്ശേരിക്ക് താളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ വറുത്ത് ചേർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ കടുക് താളിക്കുന്നതിന് കുറച്ച് കൂടുതൽ എണ്ണ എടുക്കണം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ കടുക് താളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ വറുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് അടപ്പ് കൊണ്ട് അടച്ച് വെക്കണം.
അതിനുശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അപ്പോൾ ഈ താളിച്ചതിൻ്റെയൊക്കെ ഫ്ലേവർ കറിയിലേക്ക് നല്ലവണ്ണം ഇറങ്ങിക്കിട്ടും. 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ ചാറില്ലാത്ത സദ്യയ്ക്കൊക്കെ വിളമ്പുന്ന അതേ രീതിയിലുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് ഇത്. നിങ്ങൾ ഇതുപോലല്ല മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.